ആളും ആരവവും ഉയർത്തി നവകേരള സദസ്സ് അങ്ങനെ പൊടിപൊടിക്കുകയാണ്. എല്ലാം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ എന്നോർക്കുമ്പോഴാണ് ആകെ ഒരു സമാധാനമുള്ളത്. പാർട്ടി അടിമകളൊഴികെ കേരളത്തിലെ സകലമാന ജനങ്ങളും ഈ മാമാങ്കത്തിന് എതിരാണെങ്കിലും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള സകല ജനങ്ങളും ഇതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണ് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ അതിന് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. തനിക്ക് ചുറ്റും നിൽക്കുന്ന ഏറാൻ മൂളികളെല്ലാം വാനോളം തന്നെ പുകഴ്ത്തുകയും താൻ ചെയ്യുന്ന കാര്യങ്ങൾ ലോകോത്തരമാണെന്ന് തട്ടിമൂളിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ തരിച്ചു വശാകുക സ്വാഭാവികമാണ്. OV വിജയന്റെ പ്രശസ്തമായ ധർമ്മപുരാണ നോവലിൽ പ്രജാപതി വിട്ടുകൊണ്ടിരുന്ന കീഴ്വായുവിന് പോലും എന്ത് സുഗന്ധമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന രാജസദസ്യരെ ഓർമ്മിപ്പിക്കുകയാണ് ചുറ്റും നിൽക്കുന്ന മന്ത്രിമാരടക്കമുള്ളവര്. വെളിവും വിവരവുമുള്ള ഒരാളെങ്കിലും ഈ കൂട്ടത്തിലില്ല എന്ന് ജനങ്ങൾ മൂക്കത്ത് വിരൽ വെച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലായിൽ വന്നപ്പോൾ ചാഴിക്കാടനെ വേദിയിൽ വെച്ച് തന്നെ അപമാനിച്ചപ്പോൾ കമാന്നൊരക്ഷരം മിണ്ടാതെ വായും പൂട്ടി ഇരിക്കേണ്ടി വന്ന ജോസ്മോന്റെയും റോഷിയുടെയും ഒക്കെ അവസ്ഥ എത്ര ദയനീയമാണ്. CPI മന്ത്രിമാർക്ക് പോലും യാതൊരു റോളുമില്ലാതെ ബന്ദികളെ പോലെ ബസ്സിലിരിക്കാൻ മാത്രം വിധിക്കപ്പെട്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ ആർക്കും ഒരു പ്രയോജനവുമില്ലെന്ന് മാത്രമല്ല, വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ ഈ യാത്ര ഈ സർക്കാരിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രഹസനവും ഒരുപക്ഷെ രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ അവസാനത്തെ യാത്രയായി തീരുകയും ചെയ്തേക്കാം. ഏകാധിപതികൾക്ക് എന്നും എല്ലാവരെയും ഒരുപോലെ വിഡ്ഢികളാക്കാൻ സാധിക്കുകയില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ന്യൂസ് കാൻ ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിപ്പടയാകെ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ജനങ്ങളുടെ പരാതികൾക്ക് പരിഹാരമുണ്ടാക്കാൻ വരുന്നു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇടത് സർക്കാർ നവകേരള സദസ് എന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചത്. സംസ്ഥാനത്തെ വോട്ടറായ ആവലാതിക്കാരന്റെ കൈപ്പടയിൽ കുറിച്ച 4 ലക്ഷത്തിലധികം പരാതികൾ വിവിധ ജില്ലകളിൽ നിന്ന് ഇതുവരെ ലഭിച്ചുവെന്നും കണക്കുകൾ സൂചിപ്പിക്കുകയാണ്. ഈ പര്യടന പരിപാടി ഡിസംബർ 24-ന് അനന്തപുരിയിൽ അവസാനിക്കുമ്പോഴേക്കും പരാതികളുടെ എണ്ണം ഏകദേശം ഒരു 7 ലക്ഷമെങ്കിലും കവിയും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ജനങ്ങളുടെ പരാതികളിലും ആവലാതികളിലും പരിഹാരം കാണേണ്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അതിനു മുകളിൽ അടയിരുന്നുണ്ടാക്കി വെച്ച ഫയൽ കുടിശ്ശികകൾ ഊർജിതമായി തീർപ്പാക്കാൻ ശനിയും ഞായറും അടക്കമുള്ള പൊതു അവധി ദിവസങ്ങളിൽ പോലും ജീവനക്കാരെ സർക്കാർ പണിക്കിരുത്തുന്ന നാടകം നടത്തിയിരുന്നു. എന്നിട്ടും അത് തീർന്നു. ഇപ്പോഴിതാ സെക്രട്ടേറിയറ്റ് മുതൽ വില്ലേജ് ഓഫീസ് വരെയുള്ള ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ടും തീർപ്പാകാത്ത പരാതികളുടെ കെട്ടുകളുമായി ലക്ഷക്കണക്കിന് ആൾക്കാർ സദസ്സിനെത്തി മുഖ്യമന്ത്രി നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ കൊടുത്തിട്ട് മടങ്ങുകയാണ്. പൊതുജനങ്ങളുടെ നികുതി പണം കൊണ്ട് ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥ വൃന്ദം കൃത്യസമയത്ത് ഇടപെട്ടിരുന്നെങ്കിൽ പരിഹരിക്കപ്പെടുമായിരുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഈ ആവലാതി പേപ്പറുകളിൽ കാണുന്ന സകലതും. ഒരുപക്ഷെ ഇതേ ഉദ്യോഗസ്ഥന്മാരുടെ ഉദാസീനത കൊണ്ടുണ്ടായ പരാതികളായിരിക്കാം അവയെല്ലാം തന്നെ. അതേ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ കൊടുത്ത് പരിഹാരം കാത്തിരിക്കുന്നത് തന്നെ മറ്റൊരു ഫയൽ തീർപ്പാക്കൽ യജ്ഞത്തിന് ഊഴം കാത്ത് കെട്ടിക്കിടക്കാനായിരിക്കുമോ എന്ന് ആർക്കറിയാം. 2016 ഭരണമേറ്റപ്പോൾ പിണറായി ആദ്യം പറഞ്ഞത് തന്നെ ഓരോ ഫയലും തുടിക്കുന്ന ഓരോ ജീവിതമാണെന്നും ആ ഗൗരവത്തിൽ തന്നെ ഉദ്യോഗസ്ഥന്മാർ അത് കൈകാര്യം ചെയ്യണമെന്നുമായിരുന്നു. രണ്ടാം ഊഴത്തിന്റെ അധികാര ആരോഹണത്തിനും അതേ പ്രയോഗത്തിന്റെ റിവൈസ്ഡ് എഡിഷൻ വീണ്ടും പിണറായി അവതരിപ്പിച്ചു. നേരത്തെ ഒരിക്കൽ പറഞ്ഞ കാര്യമാണ്, ഓരോ ഫയലിലുമുള്ളത് തുടിക്കുന്ന ജീവിതമാണ് എന്നത്. അതിനനുബന്ധമായി കൂട്ടിച്ചേർക്കാനുള്ളത്, അത്തരം ഫയലുകൾ
മരിക്കണോ ജീവിക്കണോ എന്ന് നിശ്ചയിക്കാൻ അധികാരമുള്ളവരാണ് നിങ്ങൾ. അസിസ്റ്റൻ്റ് തലത്തിൽ നിന്നും മുകളിലേക്ക് എത്തുന്ന ജീവിതവുമായി ബന്ധപ്പെട്ട ഫയലുകൾ ആദ്യ കുറിമാനം കൊണ്ട് തന്നെ ചിലപ്പോൾ മരിക്കാം. എന്നാൽ മരിച്ചേക്കാവുന്ന ഫയലിനെ നിങ്ങൾക്ക് ജീവിപ്പിക്കാനുമാവും. അങ്ങനെ ജീവിക്കുന്നതായാൽ അതിനൊപ്പം നിലനിൽക്കുന്നത് കുറേ മനുഷ്യരുടെ ജീവൻ തന്നെയാവും. ആ ജീവകാരുണ്യ മനോഭാവം നിങ്ങളുടെ ഫയൽ നോട്ട സമ്പ്രദായത്തിൽ ഉണ്ടാവണം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ പോലും നിരവധി അംഗീകാരങ്ങൾ തേടിയെത്തത്തക്ക നിലയിൽ ബഹുമാന്യനായ ഉമ്മൻചാണ്ടി വിജയകരമായി നടപ്പിലാക്കിയ ജനസമ്പർക്ക പരിപാടിയിൽ നിന്ന് ഐഡിയകൾ കടമെടുത്ത് അവതരിപ്പിച്ച നവകേരള സദസ്സ് തുടങ്ങിയത് മുതൽ വിവാദങ്ങളും ആരോപണങ്ങളും അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. സദസ്സിന് ആളെ കൂട്ടാൻ സ്കൂൾ കുട്ടികളെ ഇറക്കുക, അത് വിവാദമായി. സ്കൂളുകളുടെ ബസ്സുകൾ ഉപയോഗിച്ചു, അത് വിവാദമായി. പഞ്ചായത്തിന്റെ പണം ആവശ്യപ്പെട്ടു, അതും വിവാദമായി. പൊതുകെട്ടിടങ്ങളുടെ മതിലുകൾ ഇടിച്ചു കളഞ്ഞതും വിവാദമായി. സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതും വിവാദമായി. കോടതി പോലും 3-ലധികം വിധികൾ ജനകീയമെന്ന് CPM-കാർ മാത്രം തള്ളിമറിക്കുന്ന ഈ യാത്രക്കെതിരെ നടത്തുകയുണ്ടായി. എന്നിട്ടും യാതൊരു മടിയുമില്ലാതെ മതിൽ പൊളിക്കലുമായി മുൻപോട്ട് പോയ നവകേരള സദസ്സുകാരെ സ്കൂൾ മതിൽ പൊളിച്ചതിന് രൂക്ഷമായ ഭാഷയിൽ എടുത്തിട്ടലക്കിക്കൊണ്ട് ഹൈക്കോടതി വീണ്ടും രംഗത്തെത്തി. കൊല്ലം കുന്നത്തൂർ ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്ര മൈതാനം നവകേരള സദസ്സിന്റെ വേദിയാക്കാനുള്ള നീക്കത്തിനെതിരെ സമർപ്പിക്കപ്പെട്ട ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു സ്കൂൾ മതിൽ പൊളിച്ച് നവകേരളം പണിയാനിറങ്ങിയവരെ കോടതി വീണ്ടും എടുത്തിട്ട് കുടഞ്ഞത്. സ്കൂൾ ഗ്രൗണ്ട് നവകേരള സമ്മേളനത്തിനായി ഉപയോഗിക്കുമെന്നും ചിലപ്പോൾ സ്കൂൾ മതിൽ പൊളിക്കേണ്ടി വരുമെന്നും ഹർജിയിൽ പരാമർശമുണ്ടായതോടെയാണ് കോടതി ക്ഷോഭിച്ചത്. അതോടെ അടപടലം പെട്ട സർക്കാർ അതൊക്കെ സംഭവിച്ചു പോയെന്നും പൊളിച്ച മതിലുകളെല്ലാം പുനർനിർമ്മിച്ചു കൊടുക്കുമെന്നും പറഞ്ഞപ്പോൾ കോടതി അതിരൂക്ഷമായ ഭാഷയിൽ പുനർനിർമ്മിക്കുമെന്ന് പറഞ്ഞാൽ അതിനും ജനങ്ങളുടെ നികുതിപ്പണമല്ലേ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചതോടെ ഉത്തരം മുട്ടി പഞ്ചപുച്ഛമടക്കി നിൽപ്പായിരുന്നു പിണറായി സർക്കാരിൻ്റെ അഭിഭാഷകർ. എന്നിട്ടും ക്ഷോഭം ക്ഷമിക്കാത്ത കോടതി ആരാണ് ഈ നവകേരള സദസ്സിന്റെ ചുമതലക്കാരെന്ന് ചോദിക്കുകയും കേസിൽ ചീഫ് സെക്രട്ടറിയെ കക്ഷി ചേർക്കാനും നവകേരള സദസ്സ് നോഡൽ ഓഫീസറും കൊല്ലം കളക്ടറും മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാനും ഉത്തരവിട്ടിരിക്കുകയാണ്. വിനാശകാല വിപരീത ബുദ്ധി. പെൻഷനും ശമ്പളവുമില്ലാതെ വിവിധ വകുപ്പുകളിലെ ജീവനക്കാർക്കും ആകമാനം ജനതകൾക്കും അടുത്തുപോയ പിണറായി സർക്കാരിനോടുള്ള കേരളത്തിലെ പൊതുജനങ്ങളുടെ വെറുപ്പ് ഇപ്പോൾ സകല പരിധിയും കടന്നിരിക്കുകയാണ്. എന്നാൽ ഏത് പ്രതിസന്ധിയെയും തനിക്കനുകൂലമാക്കി മാറ്റാനുള്ള ജിഹ്വാ വൈഭവം കൈമുതലായിട്ടുള്ള പിണറായി വിവിധ വിഷയങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും നവകേരളം പടുത്തുയർത്തുന്നതിന് അവരുടെ നിർദ്ദേശങ്ങളും പരാതികളും സ്വീകരിക്കുന്നതിനുമാണ് ഈ യാത്രയെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുകയാണ്. നവകേരള ബസ് കോട്ടയത്ത് എത്തിയപ്പോഴായിരുന്നു ഈ മലക്കം മറിച്ചിൽ പരസ്യമായി പ്രകടമായത്. പാലായിൽ നടന്ന നവകേരള സദസ്സിന്റെ വേദിയിൽ സ്വാഗത പ്രസംഗം നടത്തിയത് കോട്ടയം MP തോമസ് ചാഴിക്കാടനായിരുന്നു. ഓരോ ഫയലും ഓരോ തുടിക്കുന്ന ജീവനുകളാണെന്ന് പറഞ്ഞ ദീനദയാലുവായ പിണറായി നാടൊട്ടുക്കും പാഞ്ഞു നടന്ന് പരാതികൾ കൈപ്പറ്റുമ്പോൾ കോട്ടയത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് പറയേണ്ടത് ജനപ്രതിനിധിയായ തൻ്റെ കർത്തവ്യമാണെന്ന് മനസ്സിലാക്കി ചാഴിക്കാടൻ തൻ്റെ സ്വാഗത പ്രസംഗത്തിൽ കോട്ടയവും പാലായുമൊക്കെ നേരിടുന്ന വികസന പ്രശ്നങ്ങളുടെ കെട്ടഴിച്ചും പാലായിലെ റബ്ബർ കർഷകരുടെ ആവശ്യങ്ങളെക്കുറിച്ചും പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തെക്കുറിച്ചും ചേർപ്പുങ്കലെ പാലം പണിയെക്കുറിച്ചുമൊക്കെ പരാതികളുടെ നീണ്ട നിര തന്നെ സദസ്സിൻ്റെ മുന്നിൽ നിരത്തിവെച്ചു.
നാട്ടുകാരുടെ പരാതികൾ മുഴുവൻ ക്ഷമയോടെ കേട്ട് സ്വീകരിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സാർ നടത്തിയ ജനസമ്പർക്ക പരിപാടിയായിരുന്നു അപ്പോൾ ചാഴിക്കാടൻ്റെ മനസ്സിൽ. അതുപോലെ ആയിരിക്കും ഇതുമെന്ന് തെറ്റിദ്ധരിച്ചാണ് നാടിൻ്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം സംസാരിച്ചത്. ഉമ്മൻചാണ്ടി വേറെ പിണറായി വേറെ എന്ന സത്യം പ്രസംഗം നിർത്തി ഇരുന്നപ്പോഴാണ് ചാഴിക്കാടന് പിടികിട്ടിയത്. 4 പത്രക്കാർ കൂട്ടത്തോടെ അടുത്തോട്ട് ചെന്നാൽ പോലും കടക്ക് പുറത്തെന്ന് പറയുന്ന അസഹിഷ്ണുതയുടെ ആൾരൂപത്തിന് ചാഴിക്കാടൻ്റെ പ്രസംഗം വല്ലാണ്ടങ്ങ് ചൊരുക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആകപ്പാടെ അസ്വസ്ഥതയാൽ അരിശം പൂണ്ട പിണറായി കടുത്ത ഇച്ഛാഭംഗത്തോടെ കൈകൾ കൂട്ടിത്തിരുമ്മി കോപശമനത്തിന് വഴിതേടി. ഒടുവിൽ തൻ്റെ മന്ത്രിസഭയിലെ കേരള കോൺഗ്രസ് പ്രതിനിധിയായ റോഷി അഗസ്റ്റിനെ വിളിച്ച് ചാഴിക്കാടനോട് വേഗം പ്രസംഗം അവസാനിപ്പിക്കാൻ ഉത്തരവിട്ടു. ഏറാൻ മൂളിൽ നിന്ന റോഷിയാകട്ടെ ചാഴിക്കാടൻ്റെ കതറുടുപ്പിൽ പിടിച്ചു വലിച്ച് കാര്യം അവതരിപ്പിച്ചു. നാടിന് ഗുണം വരുന്ന കാര്യങ്ങളിൽ പലതും വേറെ അവതരിപ്പിക്കാൻ വന്ന ചാഴിക്കാടനാകട്ടെ അത് കേട്ട പാതി ക്ലച്ച് കൊടുക്കാതെ ബ്രേക്ക് ചവിട്ടി എഞ്ചിനിടിപ്പിച്ച് നിർത്തുന്ന മട്ടിൽ ഒരു സോറിയൊക്കെ പറഞ്ഞ് പ്രസംഗം നിർത്തി വേദിയിൽ എവിടെയോ പോയി ഒളിച്ചു. തമ്പ്രാൻ കോപത്തിൻ്റെ പരിണിത ഫലം പരനാറിയെന്നോ നികൃഷ്ടജീവിയെന്നോ ഒക്കെയുള്ള സാംസ്കാരിക പദാവലികളായിരിക്കും ചാഴിക്കാടൻ്റെ തലയിൽ പതിക്കുന്നത് എന്ന് വേദിയിലും സദസ്സിലും ഇരുന്നവരെല്ലാം കണക്കുകൂട്ടി. ഇതിനകം എന്തിനാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്ന് വേണ്ടത്ര ബോധ്യം നാട്ടിനാകെ ഉണ്ടായിക്കഴിഞ്ഞതാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളുണ്ടല്ലോ, ആദ്യം അദ്ദേഹത്തിന് ഇത് എന്തിനാണ് സംഘടിപ്പിച്ചത് എന്ന് പിടികിട്ടിയിട്ടില്ല. അതിൻ്റേതായ ഒരു അവതരണമാണ് ഇവിടെ നടന്നത് കണ്ടത്. എന്തോ പരാതികൾ സ്വീകരിക്കാൻ ഞങ്ങളിങ്ങനെ പുറപ്പെട്ടതാണ് എന്ന മട്ടിലാണ് അദ്ദേഹം പറയുന്നതായി കണ്ടത്. പരാതികൾ ഇതിൻ്റെ ഭാഗമായി വരുന്നൊരു കാര്യം മാത്രമാണ്. പരാതികൾ സ്വീകരിക്കലല്ല ഇതിൻ്റെ പ്രധാന കാര്യം. അത് വേണ്ടത്ര മനസ്സിലാക്കാതെയുള്ള അവതരണമാണ് ഇവിടെ നടന്നത്. ബഹുമാനപ്പെട്ട ചാഴിക്കാടനും അത് വേണ്ടത്ര ഉൾക്കൊണ്ടതായി ഞാൻ കരുതുന്നില്ല. നിർഭാഗ്യകരമായി പോയി അത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് ശരിക്കുമുള്ള പിണറായി. ബാക്കി ചിരിയും കളിയും ഒക്കെയുള്ള പെരുമാറ്റമൊക്കെ വെറും അഭിനയം മാത്രം. അതിൻ്റെ ഏച്ചുകെട്ടലുകളും എല്ലായിടത്തും മുഴച്ചു നിൽക്കുന്നുമുണ്ട്. എന്തായാലും പാർട്ടിയുടെ പ്രധാന നേതാവും മാസങ്ങൾക്കകം നടക്കേണ്ട പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയുമാകാൻ കൂടുതൽ സാധ്യതയുമുള്ള തോമസ് ചാഴിക്കാടനോട് പരാതി സ്വീകരിക്കലല്ല നവകേരള സദസ്സിൻ്റെ ഉദ്ദേശമെന്നും കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ട കാര്യങ്ങൾ കോട്ടയം എംപിക്ക് ബോധ്യപ്പെടാത്തത് നിർഭാഗ്യകരമാണെന്നും കേന്ദ്ര അവഗണനയും നാടിൻ്റെ ആവശ്യങ്ങളും ഉയർത്തിയാണ് ഈ യാത്രയെന്നും പറഞ്ഞ് പരിഹസിച്ച പിണറായി തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വെച്ചലക്കിയപ്പോൾ മുഖത്തെ ചോരമയം വറ്റി ആകെ ചമ്മി വിളറി വികൃതമായ ചിരിയും ചിരിച്ച് വേദിയിൽ ഇരിക്കേണ്ടി വന്നു ജോസ് കെ മാണിക്കും കൂട്ടർക്കും. കേരള കോൺഗ്രസ്സുകാരെ മാത്രമല്ല, കോട്ടയം ജില്ലക്കാരെ മൊത്തത്തിൽ അങ്ങനെ മുഖ്യമന്ത്രി നാറ്റിച്ച് നാണം കെടുത്തി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ യാത്ര തുടങ്ങിയപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് ജനങ്ങളുടെ പരാതി അടപടലം പരിഹരിക്കുമെന്നായിരുന്നു തള്ളിവിട്ടിരുന്നത്. വണ്ടി ഓടിത്തുടങ്ങിയപ്പോൾ പരാതി പരിഹരിക്കൽ എന്നത് പരാതി സ്വീകരിക്കലായി മാറി. പിന്നെ അതിന് അടിയന്തര പരിണാമം വന്ന് പരാതി മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ സ്വീകരിക്കത്തില്ല, മറിച്ച് ഉദ്യോഗസ്ഥന്മാരായിരിക്കും പരാതി സ്വീകരിച്ച് പരിഹാരമുണ്ടാക്കുക എന്നാക്കി മാറ്റി. പിന്നെ പെട്ടെന്ന് കളം മാറ്റി പരാതി പരിഹാരം എന്നല്ല പരിശോധിച്ച് പരിഹാരം എന്നാക്കി. ഇത്തരത്തിൽ തരം പോലെ മാറ്റിമറിച്ച പ്രഖ്യാപനങ്ങളുടെ അവസാനത്തെ വേർഷനാണ് പാലായിലെത്തിയപ്പോൾ പരാതി സ്വീകരിക്കലല്ല നവകേരള സദസ്സിന്റെ ഉദ്ദേശമെന്ന് മുഖ്യമന്ത്രി തീർത്തങ്ങോട്ട് പറഞ്ഞത്. സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും പിന്നെ കേന്ദ്ര അവഗണനയെക്കുറിച്ച് നാട്ടുകാരോട് പറയാനുമാണ് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ജനങ്ങളെ കാണുന്നത് എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ കാര്യങ്ങൾ അങ്ങ് സെറ്റായി. ഇനി ഒരുത്തനും പരാതിയാണ് ആവലാതിയാണെന്നൊക്കെ പറഞ്ഞ് നവകേരള സദസ്സിൻ്റെ പരിസരത്തെങ്ങാനും ചെന്നേക്കരുത്. എന്നാലും പിണറായി സാറേ,
ഇതല്പം കടന്ന കൈയായിപ്പോയി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ആയിരുന്നു ഈ യാത്രയെങ്കിൽ അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പാവങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ നേരെ ദില്ലിയിലെ ജന്തർ മന്ദിർ മൈതാനിയിലേക്കായിരുന്നു ഈ ബസ് വിടേണ്ടിയിരുന്നത്. ഏതായാലും പാലായിൽ കേരള കോൺഗ്രസിന് കിട്ടിയത് ഒരൊന്നൊന്നര അവഹേളനമായി പോയെന്ന് പറയാതെ തരമില്ല. അതേക്കുറിച്ച് പ്രശസ്ത സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് ഇങ്ങനെയാണ്. ജോസ് കെ മാണിയാണ് അധ്യക്ഷത വഹിക്കുന്നത്. അധ്യക്ഷ ഓർത്തിട്ടെങ്കിലും ആ പിണറായി സഖാവിന് കുറച്ച് കാര്യം കാണിക്കാൻ പറ്റുന്നു. പുള്ളി പക്ഷെ വിട്ടില്ല. ഈ സ്വാഗത പ്രസംഗരെ ചതച്ച് ചമ്മന്തിയാക്കി. ഈ സ്വാഗതം പറയേണ്ടത് എങ്ങനെയാണ് എന്ന് പുള്ളിക്ക് പഠിപ്പിച്ചു കൊടുത്തു. എന്തിനു വേണ്ടിയാണ് നവകേരള സദസ്സ് നടത്തുന്നത്? അത് വെറുതെ പരാതി സ്വീകരിക്കാനോ പയ്യാരം പറയാനോ വേണ്ടിയിട്ടല്ല. ഇത് സാമ്രാജ്യത്വത്തിനും ഫാസിസത്തിനും എതിരായ വലിയൊരു കുരിശുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പുള്ളി വിശദീകരിച്ചു. ചാഴികാടനെ പോലെ വിവരമില്ലാത്ത ആളുകളെ കൂടി മേലിൽ സ്വാഗത പ്രസംഗം നടത്തിക്കരുത് എന്ന് പുള്ളി ആനുഷംഗികമായിട്ട് സൂചിപ്പിച്ചു. ഏതായാലും ചാഴികാടന് വയറ് നിറഞ്ഞു. ഇനി പുള്ളിക്ക് 2 ദിവസത്തേക്ക് ഊട് കഴിച്ചില്ലെങ്കിലും യാതൊരു പോരായ്മ സംഭവിക്കുകയില്ല. അപ്പോൾ ചാഴികാടന് ഒരു കാര്യം മനസ്സിലായി, ഇത് ഉമ്മൻചാണ്ടി അല്ല കേരള മുഖ്യമന്ത്രി, UDF അല്ല ഇവിടെ ഭരിക്കുന്നത്. ജോസ് കെ മാണിയുടെ പാർട്ടി ഈ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയാണെങ്കിലും അവർക്ക് ഇപ്പോഴും ഇതിൻ്റെ കോലായിയിൽ പോലും സ്ഥാനം കിട്ടിയിട്ടില്ല. അവർ തൊഴുത്തിലോ ഉരൽപുരയിലോ മറ്റുമാണ് ഇപ്പോഴും കഴിയുന്നത്. ചാഴികാട കാര്യം ലോക്സഭാംഗമാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധിയാണെന്നൊക്കെ പറഞ്ഞാലും കേരള മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പുള്ളി ഒന്നുമല്ല എന്നുള്ള കാര്യം ബോധ്യം. മരിച്ചുപോയ ബാഡി സാർ ഇത് വല്ലതും കാണുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ ആത്മാവ് പാലായിലോ മരകാട്ടുപള്ളിയിലോ വല്ലയിടത്തും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഉണ്ടെങ്കിൽ അദ്ദേഹം മകന് ഒരു കാരണവശാലും മാപ്പ് കൊടുക്കുമായിരുന്നില്ല. UDF നിന്ന് ആട്ടി തെളിച്ച് LDF കൊണ്ടുവന്ന് ഈ വഴിയെ പോകുന്ന ആൾക്കാരുടെ വായിലിങ്ങനെ തെറിയാക്കേണ്ട ഒരു സാഹചര്യം അത് പാലായിൽ വെച്ച് ഉണ്ടാക്കിയതിൽ അദ്ദേഹം മകനെക്കുറിച്ച് തീർച്ചയായിട്ടും അഭിമാനിക്കുന്നുണ്ടാവും എന്ന കാര്യത്തിൽ നമുക്ക് ഒരു സംശയത്തിനിടയില്ല. ഏതായാലും ഇതിന് ശേഷം പാല കടുത്തുരുത്തി മരകാട്ടുപള്ളി ഭാഗത്ത് ചാഴി ശല്യം വളരെ കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്രൈസ്തവ ആഭിമുഖ്യം ഉയർത്തിക്കാട്ടി ജനങ്ങളുടെ വോട്ട് വാങ്ങി അടിത്തറയിട്ട മാണി കോൺഗ്രസ് കാലാന്തരത്തിൽ ഇടതുമുന്നണിയിലെത്തിയപ്പോൾ ബൈബിളിലെ യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ വാക്യം കടമെടുത്ത് കാണിച്ച് കഴുകനെ പോലെ ചിറകടിച്ചുയരുമെന്നൊക്കെ തട്ടി പൊളിച്ചെങ്കിലും കഴുകനെ പോലെ ഒന്നും ആയില്ലെങ്കിലും ഒരു കാക്കയെ പോലെയെങ്കിലും നേരെ ചൊവ്വയൊന്ന് പറക്കാൻ പോലും ത്രാണിയില്ലാതെ തമ്പ്രാന്റെ മുമ്പിൽ ഇഴയുന്ന കാഴ്ച പരമദയനീയമായി പോയെന്നല്ലാതെ വേറെ എന്താണ്? സ്വന്തം തട്ടകത്തിൽ പോലും എളിഭ്യരായിപ്പോയ ജോസ് കെ മാണി വിഭാഗത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ജയശങ്കർ വക്കീൽ പറഞ്ഞതിൽ കൂടുതൽ വ്യക്തമായിട്ടൊന്നും ഇനി ആർക്കും പറയാൻ കഴിയില്ല. നവകേരള സദസ്സ് കണ്ണൂരിലെത്തിയപ്പോൾ പിണറായിക്ക് അത്രയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ലാത്ത മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ നടത്തിയ അധ്യക്ഷ പ്രസംഗം നീണ്ടുപോയപ്പോഴും പിണറായി ഇതേ തരത്തിൽ പരിഹാസവും ആക്ഷേപവും വാരിച്ചൊരിഞ്ഞിരുന്നു. സത്യത്തിൽ ശൈലജ ടീച്ചറും തോമസ് ചാഴിക്കാടനുമൊക്കെ പിണറായി ഇരിക്കുന്ന വേദിയിൽ പ്രസംഗിക്കുമ്പോൾ പാലിക്കേണ്ട ചില മെത്തേഡുകളൊക്കെയുണ്ട്. അത് കൃത്യമായി പാലിച്ചാൽ മുഖ്യമന്ത്രിക്ക് വല്ലാതങ്ങ് രസിക്കുകയും ചെയ്യും. പ്രസംഗിക്കുന്നവർക്ക് അവരുടെ മാനമൊട്ട് പോവുകയുമില്ല. അതിന് ഒരു ഡെമോ കാണിക്കാം. ഒരു സന്ദർഭത്തിൽ മനോഹരമായ ഒരു മൈതാനം കൂടി നമുക്കുണ്ടായി. ഈ മൈതാനം ഭാവിയിൽ നവകേരള സദസ് മൈതാനം എന്നറിയപ്പെടണം എന്നാണ് ഈ നാടിന്റെ ചിരകാലാഭിലാഷം. അതങ്ങനെ പ്രഖ്യാപിക്കണം എന്ന് ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഇതൊരു സ്മാരകമാണ്. കോട്ടയത്ത് മുമ്പ് പോപ്പ് വന്നിറങ്ങിയ മൈതാനം അന്ന് മുതൽ ഇന്ന് വരെ അത് പോപ്പ് മൈതാനം എന്നാണ് അറിയപ്പെടുന്നത്. എന്നതുപോലെ കേരളത്തിന്റെ കരുത്തിന്റെയും കർമ്മശേഷിയുടെയും പ്രതീകമായ കാലം കരുതി വെച്ച കർമ്മയോഗി സഖാവ് പിണറായി വിജയന്റെ പാദസ്പർശമേറ്റ ഈ മൈതാനം നവകേരള സദസ് മൈതാനം എന്ന ഭാവിയിൽ അറിയപ്പെടുമ്പോൾ നമുക്കേറെ അഭിമാനിക്കാനും ആഹ്ലാദിക്കാനും മതി. ഏതായാലും UDF വിട്ട് LDFിലെത്തിയ ജോസ് കെ മാണിയുടെയും കൂട്ടരുടെയും പ്രാധാന്യം ഇടതുമുന്നണിയിൽ എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി. പാലായിൽ നിരവധി വികസന പദ്ധതികൾ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമെന്നും അത് തങ്ങളുടെ ചെയർമാന് നല്ല മൈലേജ് ലഭിക്കാൻ കാരണമാകുമെന്നും സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിന്റെ പുനരുദ്ധാരണത്തിന് മുഖ്യൻ ഒരു 8 കോടി എടുത്ത് വീശുമെന്നും അങ്ങനെ നവകേരള സദസ്സിന് സ്റ്റേഡിയം കൊടുത്തതിൽ ഇടഞ്ഞു നിന്ന സ്പോർട്സ് സംഘടനകളെ തണുപ്പിക്കാമെന്നുമൊക്കെയാണ് ജോസ് മോഹൻ കണക്ക് കൂട്ടിയത്. എന്നാൽ ജോസും കൂട്ടരും വിചാരിച്ചതുപോലെ ഇടതുമുന്നണിയിൽ അവർക്ക് പറയത്തക്ക
ഒരു പ്രാധാന്യവും ഇല്ലെന്നുള്ള കാര്യം ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് മുഖ്യൻ അങ്ങോട്ട് തുറന്നടിച്ചത്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് പ്രതിനിധിക്ക് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ഉത്തരം പാലാ നിയോജക മണ്ഡലം പറഞ്ഞു തരും. ജോസിനോടും കേരള കോൺഗ്രസിലെ നേതാക്കന്മാരോടും പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ക്രൈസ്തവ വോട്ടിന്റെ അടിത്തറയിലാണ് കേരള കോൺഗ്രസ് കെട്ടിപ്പടുത്തത് എന്ന കാര്യം നിങ്ങൾ മറന്നുപോകരുത്. പിണറായി സർക്കാർ തുടർച്ചയായി ക്രൈസ്തവ സമൂഹത്തെ അവഗണിച്ചുകൊണ്ട് നിലപാടെടുക്കുമ്പോൾ നിങ്ങൾ വായ തുറന്ന് ക്രൈസ്തവർക്ക് വേണ്ടി എന്തെങ്കിലും സംസാരിക്കുന്നത് കാണാൻ കാത്തിരുന്ന ക്രൈസ്തവർക്കാർക്കും തന്നെ ഇന്നുവരെ അതിനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല. വിഴിഞ്ഞം സമരം, കക്കുകളി നാടകം, പാഠപുസ്തക വിവാദം, ന്യൂനപക്ഷ വകുപ്പ് ഏൽപ്പിക്കൽ, അങ്ങനെ പല കാര്യങ്ങളിലും ക്രൈസ്തവ സമൂഹത്തിന് നിങ്ങളുടെ അക്ഷന്തവ്യമായ മൗനം ഉൾക്കൊള്ളാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തോമസ് ചാഴിക്കാടൻ്റെ സ്ഥാനത്ത് താടിയും തലപ്പാവുമുള്ള ഒരാളായിരുന്നു പ്രസംഗിച്ചിരുന്നതെങ്കിൽ ഇങ്ങനെ ചമ്മി ഇളിഭ്യരാകേണ്ടി വരുമായിരുന്നോ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്തു കഴിഞ്ഞ ഒരു വിഷയമാണ്. അതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം CPM-നെ സമസ്തയുടെ നേതാവ് കൂടത്തായി കടുത്ത ഭാഷയിൽ വിമർശിച്ചപ്പോൾ തിരിച്ച് കമാന്നൊരക്ഷരം മിണ്ടാതെ CPM അടങ്ങിയിരുന്നത്. തുമ്മിയാൽ തെറിക്കുന്ന മൂക്കും താങ്ങി കിതച്ചു നീങ്ങുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നാട് മറന്നാലും മൂട്, അതായത് സ്വന്തം അസ്തിത്വം മറക്കരുതെന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. ജനങ്ങളുടെ പരാതി കേൾക്കാൻ താല്പര്യമില്ലാത്ത നവകേരള സദസ്സ് അങ്ങനെ ഇനിയും മുന്നോട്ട് പോകട്ടെ. ജനാധിപത്യ സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവൻ മുഖ്യമന്ത്രിയാണെങ്കിലും ഭരണഘടനയനുസരിച്ച് ആ സ്ഥാനം ഗവർണർക്കാണ്. അതുകൊണ്ട് തന്നെ നിയമപരമായ ഒത്തിരി സുരക്ഷാ പ്രാധാന്യങ്ങൾക്ക് ഗവർണർക്കാണ് മുഖ്യമന്ത്രിയേക്കാൾ അർഹതയുള്ളത്. ഗവർണറുടെ യാത്രകൾക്കെല്ലാം ഇത് ബാധകവുമാണ്. പക്ഷേ കേരളത്തിൽ 40-ലധികം വാഹനങ്ങളുടെ അകമ്പടിയോടെ കൂടുതൽ ശക്തമായ സുരക്ഷയോടെ സഞ്ചരിക്കുന്നത് ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി എന്നതിനപ്പുറത്ത് ഒരു സ്വേച്ഛാധിപതിയുടെ നിലവാരത്തിലെത്തിയ പിണറായി വിജയനാണ്. ജനാധിപത്യ പ്രക്രിയയിലെ വിയോജിപ്പ് പ്രകടമാക്കുവാനുള്ള അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുദ്രാവാക്യം വിളിക്കുകയോ കരിങ്കൊടി കാണിക്കുകയോ ചെയ്യുന്നവരെ അങ്ങേയറ്റം ഹീനമായ രീതിയിൽ ഹെൽമറ്റും ചെടിച്ചട്ടിയും ഒക്കെ ഉപയോഗിച്ചാണ് പിണറായിയുടെ കുന്തക്കാരന്മാർ തല്ലി തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്നുള്ള മുഖ്യമന്ത്രിയുടെ ന്യായീകരണവും കൂടി ചേരുമ്പോൾ എന്തിനും പോകുന്ന അവസ്ഥയിൽ പാർട്ടി ഗുണ്ടകൾ അങ്ങനെ അഴിഞ്ഞാടുകയാണ്. അത്തരത്തിലുള്ള എല്ലാത്തരം അഴിഞ്ഞാട്ടങ്ങളെയും ഒതുക്കിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കേരള ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാൻ തൻ്റെ യഥാർത്ഥ ഇരട്ട ചങ്ക് പുറത്തെടുത്തത്. സർവകലാശാലയിലെ പാർട്ടി നിയമനങ്ങൾക്കെതിരെ ശക്തമായി ഇടഞ്ഞു നിന്ന ഗവർണർ മുഖ്യമന്ത്രിക്ക് കൊടുത്തത് അനൽപമായ ഇറിറ്റേഷനായിരുന്നു. അവിടെ തൊട്ട് സർക്കാരുമായി ഇടഞ്ഞു തന്നെ നീങ്ങിയ ഗവർണർ ഇടയ്ക്ക് അനുരഞ്ജനത്തിൻ്റെ വഴിത്താരയിലേക്ക് എത്തിയെന്നൊക്കെ തോന്നിച്ചെങ്കിലും ചാൻസലർ പദവിയിൽ നിന്ന് നീക്കുന്നതും ലോകായുക്തയെ നിർവീര്യമാക്കുന്നതുമായ ബില്ലുകൾ ഒപ്പിടാതെ പിടിച്ചുവെച്ച് സർക്കാരിന് കൂടുതൽ തലവേദനയുണ്ടാക്കിയ ഈ ഗവർണർ ചാൻസലർ എന്ന നിലയിൽ കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് വൈസ് ചാൻസലറെ പുറത്താക്കിയ നടപടികൾ സുപ്രീം കോടതി ശരിവെക്കുകയും താൻ ഒപ്പിടാത്ത ബില്ലുകളുടെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തി രാഷ്ട്രപതിക്ക് കൈമാറുകയും ചെയ്തതോടെ കൂടുതൽ ശക്തനായ ഗവർണർ വീണ്ടും സർക്കാരുമായി ഇപ്പോൾ കൊമ്പുകോർത്തിരിക്കുകയാണ്. പിന്മാറാത്ത തൻ്റെ ഇടവും കിടിലൻ ഇംഗ്ലീഷുമായി കളന്നെറിയുന്ന ഗവർണറോട് നേരിട്ട് മുട്ടാൻ തുനിയാത്ത പിണറായി വേണ്ട നിർദ്ദേശങ്ങളും കയ്യിൽ വെള്ളക്കൊടിക്കൊപ്പം കരിങ്കൊടിയും കൊടുത്ത് കുട്ടി സഖാക്കളെ കളത്തിലിറക്കിയിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ചട്ടവിരുദ്ധമായി തട്ടിക്കൂട്ടിയ പരിപാടികളെല്ലാം പൊളിയുകയും ഗവർണറുടെ ചാൻസലർ പദവി കൂടുതൽ ഉറപ്പിക്കപ്പെടുകയും ചെയ്തതോടെ കേരളത്തിലെ ക്യാമ്പസുകളിൽ
ഗവർണർ കാവ്യവൽക്കരണം നടത്തുന്നുവെന്ന് പ്രചരണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം രാജ്ഭവനിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട ഗവർണർ പാളയത്ത് കേരള യൂണിവേഴ്സിറ്റിക്ക് അടുത്തെത്തിയപ്പോൾ കരിങ്കൊടികളുമായി ചാടി വീണ കുട്ടി സഖാക്കൾ ആക്രോശിക്കുകയും ഗവർണറുടെ വാഹനത്തിൽ ആഞ്ഞടിക്കുകയും ആക്രോശിക്കുകയും ചെയ്തു. വാഹനം മുൻപോട്ട് നീങ്ങി ജനറൽ ആശുപത്രിയുടെ മുൻപിലെത്തിയപ്പോഴും കരിങ്കൊടികളുമായി ആളുകളെത്തി. വീണ്ടും അടുത്ത സ്ഥലം പേട്ട പള്ളിമുക്കിൽ കൗമുദി പത്രത്തിന്റെ ഓഫീസിന് സമീപം കരിങ്കൊടികളുമായി ചാടി വീണ കുട്ടി സഖാക്കളോട് ഇത്തവണ ക്ഷമിക്കുവാൻ ഗവർണർക്കായില്ല. വാഹനം നിർത്താൻ ആജ്ഞാപിച്ച ഗവർണർ വാഹനത്തിന്റെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. ഗവർണറെ കിട്ടിയാൽ അപായപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞു വന്നവരുടെ നേരെ തിരികെ വെല്ലുവിളിച്ചുകൊണ്ട് ഗവർണർ ഇറങ്ങിയപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ നിൽക്കുമ്പോൾ സഖാക്കളാകട്ടെ ഭയം കൊണ്ട് കിടുകിട വിറച്ച് കണ്ണിൽ കണ്ട വഴികളിലൂടെയെല്ലാം അവരോടിപ്പോയി. പിന്നീട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്ന സുരക്ഷാ വീഴ്ചയ്ക്ക് കൃത്യമായ ശകാരവും ഗവർണർ നൽകുകയുണ്ടായി. How they come near my car? Who is the police officer here? Who is the police officer? How come they come near my car? Bloody come on! Nikalo bahar! Nikalo bahar! This is being done at the instance of the chief minister's party to this conspiracy. Democratic that they will hit my car. That is democracy. തന്നെ അപായപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ചാണ് അവർ വന്നതെന്നും ഇത് ക്രിമിനലുകൾ ഭരിക്കുന്ന നാടാണെന്നും തലസ്ഥാനം അവരുടെ കയ്യിലാണെന്നും ഒരിക്കൽ കണ്ണൂർ വെച്ചും ഇവർ തന്നെ അപായപ്പെടുത്താൻ നോക്കിയെന്നും വെറുതെ വിടുമെന്ന് ആരും കരുതേണ്ടെന്നും ഗവർണർ തുറന്നടിച്ചു. ആകെ വെട്ടിലായ പോലീസ് 19 SFIക്കാരെ കസ്റ്റഡിയിലെടുത്തു. 12 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി. പക്ഷേ വധശ്രമത്തിന് കേസെടുത്തില്ല. മുഖ്യമന്ത്രിയെ കരിങ്കട് കാണിക്കുന്നവരെ തല്ലിച്ചതയ്ക്കുന്നത് രക്ഷാപ്രവർത്തനമാണെന്ന് തട്ടിമൂളിച്ച പിണറായിയുടെ രക്ഷാപ്രവർത്തകരെ എന്താണ് ഇപ്പോൾ ഗവർണർക്ക് വേണ്ടി അയക്കാത്തത് എന്ന ചോദ്യമാണ് പരിഹാസത്തോടെ പലരും ചോദിക്കുന്നത്. ക്യാമ്പസുകളിൽ കാവ്യവൽക്കരണം അനുവദിക്കില്ലെന്നും ഗവർണറെ ഒരു ക്യാമ്പസിലും കാലുകുത്താൻ അനുവദിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് എഴുതാത്ത പരീക്ഷയ്ക്ക് ജയിച്ച കുട്ടി നേതാവ് കളത്തിലിറങ്ങിയിട്ടുണ്ട്. ദില്ലിക്ക് പോയിട്ട് മടങ്ങി വന്ന ഗവർണറാകട്ടെ ജനുവരി 16 മുതൽ 18 വരെ കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ താമസിക്കുമെന്ന് തീർത്തു പറഞ്ഞുകൊണ്ട് നേതാവിൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയുമാണ്. അതിനാൽ ശക്തമായ പോരാട്ടത്തിൻ്റെ നാളുകളായിരിക്കും വരും നാളുകൾ എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ വർഷാവസാനം എത്തുമ്പോഴേക്കും ആകെ മൊത്തം പ്രശ്നങ്ങളാണ്. സർക്കാരും ജനങ്ങളും ഗവർണറും പിന്നെ കത്തോലിക്ക സഭയിലുമെല്ലാം ആകെപ്പാടെ പ്രശ്നങ്ങളാണ്. അവസാനം എന്തായിരിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ന്യൂസ് കാൻ ഈ ആഴ്ച സമാപിക്കുന്നു. നമസ്കാരം. വീണ്ടും അടുത്ത ആഴ്ച.